ശ്രീ പ്രശാന്ത് പത്മനാഭൻ, ഇവിടെ നമ്മൾ ഇക്കാലയളവിലെ സുപ്രീം കോടതിയിലെ വധശിക്ഷാ കേസിലെ വിധി പ്രസ്താവങ്ങളിലേക്ക് നോക്കും. പരമാവധി വധശിക്ഷയെ നിരുത്സാഹപ്പെടുത്തലാണ് സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം എന്താണ് ക്രൂരമായ കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്ന കേസുകളിലെ പോലും പ്രതികൾ വധശിക്ഷ കാത്തു നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കഴിഞ്ഞ വർഷം ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി പോയ വർഷത്തെ വധശിക്ഷ വിധിച്ചവരുടെ കണക്കെടുത്താൽ അത് 100-ലധികം വരും. സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോഴേക്ക് അത് ഡൈലൂട്ട് ചെയ്യലാണ് പതിവ്. അപ്പോൾ ഈ കേസ് മുകളിലേക്ക് എത്തുമ്പോൾ ഈ ഒരു സുപ്രീം കോടതിക്ക് വധശിക്ഷയോടുള്ളൊരു വിമുഖത പശ്ചാത്തലമായി നിൽപ്പുണ്ട്. ശ്രീ പ്രശാന്ത് പത്മനാഭൻ. തീർച്ചയായിട്ടും ഉണ്ട്. എൻ്റെ ഒരു എളിയ അഭിപ്രായം, വധശിക്ഷ കിട്ടിയാലേ നീതി നടപ്പാകൂ എന്ന ധാരണ മാറണം. കാരണം ക്രിമിനൽ നടപടിയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് നീതി നിർവഹണം നടപ്പാക്കുക, കുറ്റകൃത്യങ്ങൾ ഒഴിവാക്കുക. ഡിറ്ററൻസ് എന്ന് പറയുന്നത് ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ തടയുക, ഇനി ഉണ്ടാകാതിരിക്കാൻ സ്റ്റേറ്റ് നിയമവാഴ്ച നടപ്പാക്കുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സെർട്ടനിറ്റി, അതായത് ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ കിട്ടും എന്ന് ഉറപ്പാക്കുക. അത് വധശിക്ഷ ആയിരിക്കണമെന്നില്ല. കുറ്റം ചെയ്യാൻ പോകുന്ന ആൾക്ക് തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടും എന്ന ഒരു തോന്നലുണ്ടാകണം. അത് വളരെ ക്ലിയർ ആയിട്ടൊരു മെസ്സേജ് വരണം. ഈ ഒരു കേസിൽ അത് നടന്നിട്ടുണ്ട്. 2021 ഡിസംബറിൽ നടന്ന കൊലപാതകത്തിൻ്റെ 2024 ജനുവരി ആയപ്പോൾ അത് 2 വർഷം 2 മാസം കൊണ്ട് വിചാരണ പൂർത്തിയായി ശിക്ഷാ നടപടികൾ സമാപിച്ചു ട്രയൽ കോടതിയിൽ. അത് ആ ഒരു കാര്യം പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് വധശിക്ഷ എന്നുള്ള ഭാഗത്തേക്ക് നമ്മൾ റീലുക്ക് ചെയ്യണം. കാരണം വധശിക്ഷ ഇതിനകത്ത് വധശിക്ഷ വിധിച്ച കോടതി ഓരോ പ്രതികളുടെയും സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളൊന്നും ശരിയായ രീതിയിൽ പരിഗണിച്ചിട്ടില്ല. സ്റ്റേറ്റിൽ നിന്ന് റിപ്പോർട്ട് ചോദിച്ചു. ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ വളരെ അത്ര ക്ലിയർ ആയിട്ടില്ല. അതിൽ വേഗമായിട്ട് 327 പാരഗ്രാഫ് മുതൽ പറയുന്നത്, റിപ്പോർട്ട് ചോദിച്ചു, ഒരു ഹാർഡ് കോർ ക്രിമിനൽസ് ആണ്. അതിൻ്റെ ഡിസ്ട്രിക്ട് കളക്ടറുടെ അടുത്ത് നിന്ന് റിപ്പോർട്ട് ചോദിച്ചു. അതിനുശേഷം പിന്നീട് ഈ ജഡ്ജി പറയുന്നത് ഇവർ ഒരു ബാൻഡ് ഓർഗനൈസേഷൻ്റെ ഐഡിയോളജിയുമായിട്ട് സമരസപ്പെട്ട് പ്രവർത്തിക്കുകയായിരുന്നു. ഇവരിതിൽ തെറ്റൊന്നും കാണുന്നില്ല എന്നാണ് പറയുന്നത്. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. അത് തീർച്ചയായിട്ടും പുനഃപരിശോധിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏതൊക്കെ ആളുകൾക്ക് എത്രമാത്രം ഓരോ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ഓരോ വ്യക്തികൾക്കും എന്തായിരുന്നു അതിൽ പങ്കെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. പിന്നെ സാമൂഹികമായിട്ടുള്ള സാഹചര്യങ്ങൾ, ഇവരുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കുകയാണെങ്കിൽ അത് റിപ്പോർട്ട് മേടിച്ചു എന്ന് പറയുന്നത് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു ഡിസ്കഷൻ കാണുന്നില്ല. പക്ഷെ ഓരോരുത്തരുടെയും പേരിൻ്റെ നേരെ കൂലി എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. ഇവരെല്ലാം കൂലിപ്പണി ചെയ്യുന്നവരും ഒക്കെ ആയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പിന്നെ സുപ്രീം കോടതി ഈയിടെ 2 ദിവസം മുമ്പാണ് പറഞ്ഞത് ഒരാളുടെ ജാതിയും മതവും രേഖപ്പെടുത്താൻ പാടില്ല എന്ന്. പക്ഷേ ഇതിൽ എല്ലാവരുടെയും മതം എഴുതിയിട്ടുണ്ട് വിധിയിൽ. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അതൊരു വധശിക്ഷ കുറയ്ക്കാനുള്ള കാരണമാണെന്നല്ല പറഞ്ഞ് സാന്ദർഭികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ.